മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ജനകീയ ശുചീകരണവുമായി തദ്ദേശ ഭരണ വകുപ്പ് തയ്യാറാവുന്നു. നാളെയും മറ്റന്നാളുമായി സംസ്ഥാനം ഒട്ടുക്ക് വിപുലമായ ശുചീകരണ പ്രവർത്തനം നടത്തും. വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് ശുചീകരണ പ്രവർത്തനം പുരോഗമിക്കുന്നതായി തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് 24 പറഞ്ഞു. തദ്ദേശ വകുപ്പ് മാത്രമല്ല, തദ്ദേശ വകുപ്പാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിലും മറ്റ് വകുപ്പുകൾ കൂടി ഏകോപിപ്പിച്ചാണ് ഇത് നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണം ആസൂത്രണം ചെയ്യുന്നതിനായി. ആ യോഗ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തദ്ദേശ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഏകോപിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏതാണ്ട് 2244 കിലോമീറ്ററോളം തോടുകളും മറ്റും ശുചീകരിച്ചു കഴിഞ്ഞു. ഹോട്ട്സ്പോട്ടുകൾ ആരോഗ്യവകുപ്പിൻ്റെയും തദ്ദേശ വകുപ്പിൻ്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹോട്ട്സ്പോട്ടുകൾ നിർണ്ണയിച്ചിട്ടുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നു. പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനം നടത്തുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പും അത്യുഷ്ണമൊക്കെ മൂലം വലിയ തോതിൽ മാലിന്യം തെരുവിൽ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അത് മുഴുവൻ നീക്കം ചെയ്യാനാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന ഈ ഉദ്യമം, മറ്റ് സ്ഥാപനങ്ങളുടെ പിൻബലത്തോടെ നടത്തുന്ന ഈ ഉദ്യമം വലിയ വിജയമാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. കാരണം അതൊരു വലിയൊരു ഭാരിച്ച പണി തന്നെയാണത്.